സോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് EMI അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണത്തിലെ ഒരു ഷോർട്ട് സീരീസുമായിട്ടാണ്. ഇതില്ലാത്തൊരു ചോദ്യ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിർബന്ധമായിട്ട് എന്തായാലും പഠിച്ചിരിക്കേണ്ട ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? കറന്റ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് ഇസ് 5 ആംപിയർ ആൻഡ് ദാറ്റ് ഇൻ പ്രൈമറി ഇസ് 0.5. നമ്മുടെ പ്രൈമറിയും സെക്കൻഡറിയും വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വാട്ട് ടൈപ്പ് ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് ദിസ്? ഇതിന് നമുക്ക് മനസ്സിലാക്കണം, സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ് പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമറിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ് എന്നാണ് നമ്മുടെ ചോദ്യം. സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? എങ്ങനെ മനസ്സിലാക്കാം? എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? കറന്റ് ഇൻ ദ സെക്കൻഡറി കോയിൽ വിത്ത് നോ പവർ ലോസ് അല്ലേ? കറന്റ് ഇൻ സെക്കൻഡറി IS is equal to 5 ampere തന്നിട്ടുണ്ട്. And that in primary is 0.5 ampere എന്നാണ് തന്നിട്ടുണ്ട്. ഇതെന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ് നമ്മുടെ ചോദ്യം? ഏതാണ് ട്രാൻസ്ഫോമർ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം കുറച്ച് ഫോർമുലാസ് ഉണ്ട് അല്ലേ? ഫോർമുലാസ് അല്ല, അതിന്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിലോ? സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ എന്താ? നമുക്ക് സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും അല്ലേ? VS ഗ്രേറ്റർ ദാൻ VP ആയിരിക്കും. സെയിം വിത്ത് നമ്പർ ഓഫ് ടേൺസ്. NS ഗ്രേറ്റർ ദാൻ NP ആയിരിക്കും. കറണ്ട് മാത്രം തിരിച്ചായിരിക്കും. അപ്പൊ എന്തായിരിക്കും സ്റ്റെപ്പ് ഡൗണിലുള്ളത്? സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത് VP ആയിരിക്കും കൂടുതൽ. VP ഗ്രേറ്റർ ദാൻ VS. സെയിം വിത്ത് നമ്പർ ഓഫ് ടേൺസ്. NS greater than NS, NP greater than NS. കറണ്ടോ? IP less than IS ആണ്. അപ്പൊ ഇതിന്ന് നമുക്ക് പറഞ്ഞൂടെ ഇത് എവിടെ എന്താണ്? IP യും IS ഉം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് വലുത്? IS ആണ് വലുത് അല്ലേ? IS ഏതിലാ വലുത്? സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? IS വലുതായിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. നിങ്ങൾ വെറുതെ മനസ്സിലിട്ട് ചെയ്യുന്നതിന് പകരം വെറുതെ ഇങ്ങനെ എഴുതി നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ IS കൂടിയിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗണിലാണ്. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ആണ് അല്ലേ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് 1 മാർക്കാണ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കാണ്. ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ദിസ് ട്രാൻസ്ഫോമർ ഇസ് 240 വോൾട്ട്. ഇൻപുട്ട് വോൾട്ടേജ് ആണ് തന്നത്. നമ്മളോട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് തന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ എങ്ങനെയാ? ഇതിന് നമുക്കൊരു വേറൊരു ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? VP by VS is equal to NP by NS is equal to IS by IP. ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. എന്തായാലും വരും. ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും എന്തായാലും വന്നിരിക്കും. എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ടാവും. ഒന്നില്ല ഈ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും പഠിക്കേണ്ടതാണ്. നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ദിസ് ട്രാൻസ്ഫോമർ ഇസ് 240 വോൾട്ട്. ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതാ? പ്രൈമറി. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് അത് എവിടെയാണ്? പ്രൈമറി ആണ്. അപ്പൊ VP നമുക്ക് തന്നിട്ടുണ്ട്. VP ഈസ് ഈക്വൽ ടു 240 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് VS ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടെ നമ്മുടെ IS ഉം IP ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ? അപ്പൊ എത്രയാണ്? VS എന്ന് പറഞ്ഞാൽ VS is equal to നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? IP by IS into VS എന്ന് കിട്ടും. എല്ലാ 3 വാല്യൂസ് ഇവിടെ ലഭ്യമല്ലേ? അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. IP എത്രയാണ്? 0.5 by 5 into എത്രയാണ് നമ്മുടെ VS? സോറി VP. ഓക്കെ, VP എത്രയാണ് നമ്മുടെ VP? 240. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 24 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ
ഈ ഒരു ഇക്വേഷൻ Vp/Vs = Np/Ns = Is/Ip ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് നമ്മളോട് നാലാമത്തത് കണ്ടുപിടിക്കാൻ പറയും. നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് എന്തായാലും വരും, അത് ഉറപ്പാണ്. EMIയിൽ ഈ ട്രാൻസ്ഫോമർ, ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ വെച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ള ഒരു ചോദ്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. അപ്പൊ ഇതും പിന്നെ ഇതും ഇത് നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പൊ ഒന്നിങ്ങനെ എഴുതി നോക്കിയാൽ മതി, സ്റ്റെപ്പ് അപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സും സ്റ്റെപ്പ് ഡൗണിന്റെ ക്യാരക്ടറിസ്റ്റിക്സും. എന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എത്ര എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ ചിത്രം നോക്കിയിട്ട് പറയണത്. ഇത് ഏതാണ്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ജനറേറ്റർ. ജനറേറ്റർ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ജനറേറ്റർ? നമ്മൾ AC പഠിക്കുന്നുണ്ട്, DC പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ് ജനറേറ്റർ? എങ്ങനെയാണത് മനസ്സിലാക്കുക? നമ്മുടെ ഇത് നോക്കിയിട്ട് വേണം, ഈ ഒരു സംഭവത്തിൽ മാത്രമേ നമുക്കവിടെ മാറ്റമുള്ളൂ. അപ്പൊ ഇവിടെ എന്താ, ഇത് കംപ്ലീറ്റ് റിങ്സ് ആണ് അല്ലെ, എവിടെ ഒരു ഗ്യാപ്പ് ഇല്ല. ഗ്യാപ്പ് ഇല്ലാത്തതാണെങ്കിൽ അത് സ്ലിപ്പ് റിങ്സ് ആണ്. കംപ്ലീറ്റ് റിങ്സ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിങ്സ് ആണ്. സ്ലിപ്പ് റിങ്സ് ഏതിലാണ്? അത് AC ജനറേറ്ററിലാണ് സ്ലിപ്പ് റിങ്സ് ഉള്ളത്. ഇനി ഐഡന്റിഫൈ ദ പാർട്സ് 1, 2, 3, 4. 1, 2, 3, 4 ഏതാണ്? ഏതൊക്കെയാണ് നമ്മുടെ പാർട്സ്? ജനറേറ്ററിന്റെ പാർട്സ് തന്നെ ഏതൊക്കെയാണ്? പെർമനന്റ് മാഗ്നറ്റ്, ആർമേച്ചർ കോയിൽ, സ്ലിപ്പ് റിങ്സും പിന്നെ ബ്രഷസും. അപ്പൊ ഇതിൽ 1 ഏതാണ്? 1 എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റ് ആണ്. 2 എന്ന് പറയുന്നത് ആർമേച്ചർ കോയിൽ ആണ് അല്ലേ? ആൻഡ് 3 നമ്മൾ പറഞ്ഞു സ്ലിപ്പ് റിങ്സ്. 4 ബ്രഷസ്. അപ്പൊ നമ്മളെ ഈ ജനറേറ്ററിന്റെ ചിത്രം നമ്മൾ പഠിക്കണം. ഐഡന്റിഫൈ ദ പാർട്സ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും 2 എണ്ണം തന്നെ ചിലപ്പോൾ 2 എണ്ണം ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 4 നെയിം ചെയ്യാൻ പറയാറുണ്ട്, അല്ലെ ഇതുപോലെ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനും പറയാറുണ്ട്. അപ്പം ഇതിൽ ഏതാണ് മൂവ് ചെയ്യാത്ത പാർട്ട്? ഏതാണ് മൂവ്മെന്റ് ഇല്ലാത്ത പാർട്ട്? അനങ്ങാത്ത, ചലനമില്ലാത്ത ഭാഗം ഏതാണ് AC ജനറേറ്ററിൽ? ഇതിൽ ബ്രഷസ് ആണ് കേട്ടോ. ബ്രഷിന് മാത്രമേ അവിടെ മൂവ്മെന്റ് ഇല്ലാത്തതുള്ളൂ. അപ്പൊ അതും കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. ഇതിന്റെ പിന്നിലെ തത്വം മനസ്സിലാക്കുക. പ്രവർത്തന തത്വം വ്യക്തമാക്കുക. എന്തിന്റെ ബേസിലാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്? എന്താണ്? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് അല്ലെ. എന്താണ്? EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം. ഈ നമ്മുടെ ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ്, അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം. എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം? ഇവിടെ ഇപ്പൊ നമ്മുടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ EMI എന്താണെന്ന് എഴുതണം. എന്താണ്? ഒരു കോയിലിലെ ഫ്ലെക്സിന് ചേഞ്ച് വരുമ്പം അവിടെ EMF ഉണ്ടാവും. ആ ഫിനോമിനൻ ആണ് അല്ലെ. ഒരു കോയിലിലെ വൈദ്യുത കാന്തിക ഫ്ലെക്സിന്, ഒരു കോയിലിലെ കാന്തിക ഫ്ലെക്സിന് മാറ്റം വരുമ്പം അവിടെ EMF ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ നമ്മുടെ ജനറേറ്റർ AC ജനറേറ്ററും DC ജനറേറ്ററും ചിത്രം പഠിക്കണം. ഏതെങ്കിലും ഒന്ന് തരും, എന്തായാലും ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയാം. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, സ്ലിപ്പ് റിംഗ് ആണ്. DC ആണെങ്കിൽ അത് സ്പ്ലിറ്റ് റിംഗ് ആയിരിക്കും, കംപ്ലീറ്റ് റിംഗ്സ് ആയിരിക്കൂല. ഇങ്ങനെ ഒരു ബ്രേക്ക് ആയിട്ടുള്ള റിംഗ് ആയിരിക്കും. അത് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മുടെ ജനറേറ്റേഴ്സിന്റെ രണ്ടിന്റെയും ചിത്രം പഠിക്കുക, രണ്ടിന്റെയും പാർട്സ് പഠിക്കുക, അതിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുക. എന്തായാലും നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. അപ്പോൾ ഓക്കെ, ഇനി വീണ്ടും ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം.